ചെറിയ പ്രായത്തിൽ നായികയായി സിനിമയിലേക്ക് എത്തിയ നടി ശോഭന തെന്നിന്ത്യൻ സിനിമാലോകത്തെ പിടിച്ചു കുലുക്കിയ താരസുന്ദരിയായിരുന്നു. ഇന്നും ഇന്ത്യയിലെ മുൻനിര നടിമാരുടെ ലിസ്റ്റിൽ ഒരാൾ ശോഭനയാണ്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമടക്കം വാങ്ങിയ ശോഭന ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല. ഇടയ്ക്ക് 1-2 സിനിമകളിൽ അഭിനയിച്ച തരംഗം സൃഷ്ടിക്കാനും നടിക്ക് സാധിച്ചിരുന്നു. അഭിനയത്തിനു പുറമേ നൃത്തലോകത്താണ് നടി സജീവമായിരിക്കുന്നത്. ഏകദേശം 18 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ വീണ്ടും തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുകയാണ് നടി. പ്രഭാസ് നായകനായിട്ടെത്തുന്ന മൾട്ടിസ്റ്റാർ ചിത്രമായ കൽക്കിയിലാണ് ശോഭനയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സിനിമയിൽ നിന്നും ട്രെയിലർ പുറത്ത് വന്നതോടെയാണ് ശോഭനയെക്കുറിച്ചുള്ള വിശേഷങ്ങളും ചർച്ചയാകുന്നത്. അതിമനോഹരമായ അഭിനയവും സൗന്ദര്യവും കൊണ്ട് ആരാധകരെ കീഴടക്കിയ നടി ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നു എന്നതാണ് ആരാധകരെ നിരാശരാക്കുന്ന കാര്യം. ഇത്രയും കാലമായിട്ടും നടി എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന ചോദ്യത്തിന് പലതരം കഥകളാണ് പ്രചരിക്കാറുള്ളത്. മലയാളികൾക്ക് എന്നും അഭിമാനമായ നടിമാരിൽ ഒരാളാണ് ശോഭന. അഭിനയത്തെക്കാളും ക്ലാസിക്കൽ നൃത്തത്തിനാണ് നടി മുൻഗണന കൊടുക്കാറുള്ളത്. ചെറുപ്പം മുതലേ നൃത്തം പഠിച്ച ശോഭന നർത്തകിയായി തിളങ്ങി നിൽക്കുമ്പോഴാണ് സിനിമയിലെത്തിയത്. പക്ഷേ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നടി ജീവിക്കുന്നതിന് ശക്തമായ കാരണങ്ങളുണ്ട്. വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് ശോഭന ഒരു നടനെ സ്നേഹിച്ചിരുന്നു. വളരെ ആഴത്തിൽ തന്നെ നടി അദ്ദേഹത്തെ സ്നേഹിച്ചെങ്കിലും പക്ഷേ അദ്ദേഹം ആ ബന്ധം ഉപേക്ഷിച്ചു. ശോഭനയ്ക്കത് സഹിക്കാൻ സാധിച്ചില്ല. ഇക്കാരണം കൊണ്ടാണ് വിവാഹം പോലും വേണ്ടെന്ന തീരുമാനത്തിലേക്ക് നടി എത്തിയതെന്നാണ് റിപ്പോർട്ട്. പ്രണയത്തിൽ ചതിക്കപ്പെട്ടതിന്റെ വേദന ശോഭനയ്ക്ക് താങ്ങാനായില്ല. അങ്ങനെയാണ് ഇനി വിവാഹം വേണ്ടെന്ന് നടി തീരുമാനിക്കുന്നത്. 50 വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതയായ ശോഭന ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. ഇത് തന്നെയാണോ നടിയുടെ തീരുമാനത്തിന് പിന്നിലെന്നും മറ്റു കാരണങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ചും വ്യക്തതയില്ല. മാത്രമല്ല ശോഭനയുമായി ഇഷ്ടത്തിലായിരുന്ന ആ നടനാരാണ് എന്നതിനെപ്പറ്റിയും ധാരണയില്ല. മുൻപ് മലയാളത്തിലെ ചില പ്രമുഖ താരങ്ങളുടെ പേരിനൊപ്പം കഥകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അതിലൊന്നും വസ്തുതയില്ലെന്ന് നടി തന്നെ പിന്നീട് തെളിയിക്കുകയും ചെയ്തിരുന്നു. കല്യാണം കഴിച്ച് കുടുംബിനിയാവുന്നില്ലെന്ന് തീരുമാനിച്ച ശോഭന പിന്നീടൊരു പെൺകുട്ടിയെ ദത്തെടുത്തു വളർത്തുകയാണ്. നാരായണി എന്ന് പേരിട്ടിരിക്കുന്ന മകളുടെ കൂടെ സിംഗിൾ മദറായി ജീവിക്കുകയാണ് നടി. ശോഭനയെപ്പോലെ മകൾ നാരായണിയും നൃത്തത്തിൽ സജീവമാണ്. അടുത്തിടെ ഇരുവരും ഒരുമിച്ചുള്ള നൃത്തത്തിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. ജീവിതത്തെക്കുറിച്ച് സാധാരണ മലയാള നടിമാരിൽ കാണാത്ത ആറ്റിറ്റ്യൂഡ് മീരയ്ക്ക് മഞ്ജുവിനെക്കുറിച്ചും ശോഭന പറഞ്ഞത്. മലയാളത്തിലെ നായിക നടിമാരിൽ അഭിനയ മികവ് പുലർത്തിയ മിക്കവർക്കും മികച്ച അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 80കളിലും 90കളിലും ശ്രദ്ധേയമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ മലയാളത്തിൽ വന്നു. എന്നാൽ 2000ത്തിന്റെ തുടക്കത്തോടെ ഈ രീതി മാറി. സൂപ്പർ താര ചിത്രങ്ങൾക്ക് മാത്രം സ്വീകാര്യത ലഭിച്ചതോടെ നായികമാർക്ക് പ്രാധാന്യമില്ലാതായി. എന്നാൽ അക്കാലഘട്ടത്തിലും മികച്ച സിനിമകളുമായി മുന്നേറാൻ നടി മീര ജാസ്മിൻ സാധിച്ചു. 2003-ൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന മീര വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. മഞ്ജു വാര്യർ സിനിമാ രംഗം വിട്ട ശേഷം ആ വിടവ് ഒരു പരിധിവരെ നികത്താനായത് മീര ജാസ്മിനാണ്. തനിക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകൾ ചെയ്യാൻ മീര തയ്യാറായില്ല. ലോഹിതദാസ്, സത്യൻ അന്തിക്കാട്, കമൽ തുടങ്ങിയവരുടെ സിനിമകളിൽ മീര തിളങ്ങി. നായകനെ പോലും പിന്നിലാക്കുന്ന കഥാപാത്രങ്ങൾ മീരയ്ക്ക് ലഭിച്ചു. അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ മീര അന്ന് പലപ്പോഴും വിവാദങ്ങളിൽ അകപ്പെട്ടു. മീരയുടെ കരിയർ ഗ്രാഫിലും അഭിപ്രായങ്ങളിലും മതിപ്പ് തോന്നിയ നടിയാണ് ശോഭന. ഒരിക്കൽ മീര ജാസ്മിനെ പ്രശംസിച്ച് ശോഭന സംസാരിച്ചിട്ടുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യാവിഷൻ നൽകിയ അഭിമുഖത്തിലാണ് ശോഭന മീരയെക്കുറിച്ച് സംസാരിച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശോഭന അന്ന് നൽകിയ മറുപടി മീര ജാസ്മിൻ എന്നാണ്. ഏത് സിനിമയെന്ന് ചോദിച്ചപ്പോൾ മീരയുടെ ആറ്റിറ്റ്യൂഡ് ആണ് ഇഷ്ടമെന്ന് മറുപടി നൽകി. ഇതിന് കാരണവും അന്ന് ശോഭന വിശദീകരിച്ചു. ജീവിതത്തെക്കുറിച്ചായാലും സാധാരണ മലയാള നടിമാരിൽ കാണാത്ത വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന നടിയാണ് മീരയെന്ന് അന്ന് ശോഭന വ്യക്തമാക്കി. അടുത്തിടെ നടി മഞ്ജു വാര്യരെക്കുറിച്ചും ശോഭന സംസാരിക്കുകയുണ്ടായി. മഞ്ജുവിനെ കാണുമ്പോഴെല്ലാം തനിക്ക് ഒരു ഫാൻ മാമന്റാണെന്നും ശോഭന അന്ന് വ്യക്തമാക്കി. എനിക്ക് മഞ്ജു ജിയെ കാണുമ്പോൾ ഫാൻ മാമന്റാണ് തോന്നാറ്. പല തവണ മഞ്ജുവിനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് സമയമൊന്നും ആർക്കുമില്ല. എല്ലാവർക്കും അവരവരുടെ ജോലിയുണ്ട്. മഞ്ജു വളരെ ഒറിജിനലാണ്. വളരെ ജെനുവിൻ പേഴ്സണാണ്.
ബഹുമുഖ പ്രതിഭയായ മഞ്ജുവിനോട് തനിക്ക് ആരാധനയുണ്ടെന്നും ശോഭന അന്ന് വ്യക്തമാക്കി. മലയാളത്തിലെ മികച്ച അഭിനേത്രിമാരെ അഭിനയിക്കാൻ ശോഭന ഒരിക്കലും മടിച്ചിട്ടില്ല. തന്റെ കാലഘട്ടത്തിലേതുപോലെ മികച്ച നടിമാർ ഇപ്പോഴുമുണ്ടെങ്കിലും മികച്ച തിരക്കഥകളാണ് ഇല്ലാത്തതെന്ന് ഒരിക്കൽ ശോഭന പറഞ്ഞിട്ടുണ്ട്. അഭിനയ രംഗത്ത് നിന്നും ഏറെക്കാലം വിട്ടുനിന്ന ശോഭന കൽക്കി 2898 എഡി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചു വരവാണ് നടത്തിയിരിക്കുന്നത്. മലയാളത്തിൽ തരുൺ മൂർത്തിയുടെ ചിത്രത്തിലും നടി അഭിനയിക്കുന്നുണ്ട്. മോഹൻലാലാണ് ചിത്രത്തിലെ നായകൻ. ശോഭനയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.